പാവങ്ങൾക്ക് വീട് വെച്ച് നൽകാൻ സർക്കാരിന് ഒരേക്കർ ഭൂമി ദാനമായി നൽകിയിട്ട് 5 വർഷം പിന്നിടുന്നു. എന്നാൽ സർക്കാരിന്റെ വീഴ്ച മൂലം ആർക്കും പ്രയോജനം ലഭിക്കാത്തതിൽ നിരാശനാണ് കൊല്ലം കടക്കൽ സ്വദേശിയായ വ്യാപാരി. ഇക്കാര്യത്തിൽ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കശുവണ്ടി വ്യാപാരിയായ അബ്ദുള്ള. തലചായ്ക്കാൻ വീടില്ലാത്ത പാവങ്ങൾക്ക് വീട് വെക്കാൻ ഭൂമി നൽകണം. അബ്ദുള്ളയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരുന്നു. ഇതിനായി ഒരേക്കർ ഭൂമി കണ്ടെത്തി 50 ലക്ഷം രൂപയ്ക്ക് ഭൂമി വാങ്ങി. സർക്കാരിലേക്ക് ഭൂമി ദാനം ചെയ്ത് ലൈഫ് പദ്ധതി പ്രകാരം ഗുണഭോക്താക്കളെ കണ്ടെത്താൻ സാധിക്കുമോ എന്ന് അന്വേഷിച്ചു. വസ്തു സർക്കാരിന് എഴുതി നൽകിയാൽ 86 കുടുംബങ്ങൾക്ക് പ്രയോജനം ലഭിക്കുമെന്ന് അബ്ദുള്ളയ്ക്ക് സർക്കാരിൽ നിന്നും ഉറപ്പ് ലഭിച്ചു. ഈ ഭൂമിയിൽ വിവിധ കുടുംബങ്ങൾക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകാമെന്നായിരുന്നു സർക്കാർ അറിയിച്ചത്. തുടർന്ന് ഒരേക്കർ ഭൂമി പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിൽ എഴുതി വെച്ചു. വസ്തുവിന്റെ പ്രമാണവും മറ്റും മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് കൈമാറി. അബ്ദുള്ളയുടെ പ്രവൃത്തിയെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. എന്നാൽ ഭൂമി സർക്കാരിന് നൽകിയിട്ട് 5 വർഷം പിന്നിട്ടിട്ടും പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല. ഒരു കുടുംബത്തിന് പോലും ഭൂമി നൽകിയിട്ടില്ല. സർക്കാരിന്റെ വീഴ്ച കാരണം ഇങ്ങനെ സംഭവിച്ചതിൽ അബ്ദുള്ള ഇന്നേറെ ദുഃഖിതനാണ്. അന്ന് വളരെ പ്രയാസപ്പെട്ടാണ് കടയ്ക്ക് വരികയും കഷ്ടപ്പെടുകയും ചെയ്ത്. അപ്പൊ അങ്ങനെ നമുക്ക് കിടക്കാനുള്ള വസ്തുവും വീടൊന്നും ഇല്ലായിരുന്നു. അപ്പൊ അതിനുശേഷം നമുക്ക് ഇതെല്ലാം കിട്ടിയത്. അപ്പൊ നമ്മൾ കിട്ടിയതിനു ശേഷം നമുക്ക് ഒരു പാവപ്പെട്ട കൊടുക്കാമെന്ന ഒരു ആഗ്രഹം എല്ലാവരും ചെയ്യണം. ഒന്നെങ്കിൽ ഭൂമി തിരികെ നൽകണം, അല്ലെങ്കിൽ പാവങ്ങൾക്ക് എത്രയും വേഗം വീട് വെച്ച് നൽകണം. ഇതാണ് അബ്ദുള്ളയുടെ ആവശ്യം. പക്ഷെ ഈ ആളുകൾ ഇരിക്കാൻ സമ്മതിക്കുന്നില്ല. ആളുകൾ പറയുന്ന ഒരേക്കർ വസ്തു കൊടുത്തിട്ട് ഈ 4 സെന്റ് വെച്ച് നമുക്ക് തന്നാൽ മതിയായിരുന്നു, പാവപ്പെട്ട വീട് വെച്ച് കൊടുത്താൽ അങ്ങനെ ഇങ്ങനെ നല്ല ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾ. ഡെയിലി നമുക്ക് അവിടെ ഇരിക്കപ്പെടുന്നില്ല. കടയിലായിരുന്നാലും വീട്ടിലായിരുന്നാലും പലരും ഇപ്പോഴും അപേക്ഷ എഴുതി നമുക്ക് വീട്ടിലേക്ക് അയക്കാൻ ആളുകൾ എന്തെങ്കിലും അത് കിട്ടാൻ പറ്റും. നമ്മളെന്ത് ചെയ്യാൻ പറ്റും? എന്നിട്ട് തന്നെ ബാത്റൂം, പിന്നെ കുളിറൂമ്പ്, പിന്നെ വീട്ടിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങൾ, ഇതെല്ലാം പല സ്ഥലത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. ഇതൊന്നും നമ്മളെ കണക്കിൽ ഇല്ലാത്തതാണ്. ഏത് തരത്തിലും പാവപ്പെട്ട എന്തെല്ലാം സഹായിക്കാൻ പറ്റുമോ അതെല്ലാം ഇനി ചെയ്യും. അത് മാത്രമല്ല, നമ്മളെപ്പോൾ ആളുകൾ ഇനി ചെയ്യാൻ ഉള്ളവർ ഉണ്ട്. പക്ഷെ ഇവർ ഇത് ചെയ്യാത്തതുകൊണ്ടാണ് ബാക്കിയുള്ളവർ ഇത് മേടിച്ചു കൊടുക്കാനോ വേറെ ഒന്നും ചെയ്യാനോ പദ്ധതി വരാത്തത്. മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി കടക്കലിലെത്തുമ്പോൾ കാര്യം നേരിട്ട് കണ്ട് പരാതി പറയാനൊരുങ്ങുകയാണ് അബ്ദുള്ള. ജനം, കൊല്ലം.